സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് സത്യസന്ധമായിട്ട് പഠിപ്പിച്ചു കേട്ടോ. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ ഇത് സ്വീകരിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. 4ാം ക്ലാസ്സിലെ അഖീദയാണ്. തർക്കമില്ല. കുട്ടി 5ാം ക്ലാസ്സിലെത്തി, വിഷയം മാറ്റിയിട്ടോ. അപ്പ പറയുന്നത് കേട്ടോ, മദ്ഹബിന്റെ ഇമാമിൽ നിന്ന് ഒരു ഇമാമിനെയും അതുപോലെ തന്നെ വിശ്വാസപരമായി അശ്അരി ത്വരീഖത്തും അത് രണ്ടും സ്വീകരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് സുന്നത്തി ജമാഅത്ത്. ഇപ്പൊ എന്തായി? ഇവിടെ ഖുർആനും പോയി ഹദീസും പോയി. മനസ്സിലായല്ലോ തട്ടിപ്പ്? 4ാം ക്ലാസ്സിൽ നിന്ന് കുട്ടിക്ക് പക്വതയായപ്പോൾ ഇവരുടെ സ്വഭാവം മാറി. ഇനി കുട്ടി 6ാം ക്ലാസ്സിൽ എത്തിയിട്ടാ. 6ാം ക്ലാസ്സിൽ എത്തുമ്പോ കേട്ടോ, ഖുർആനും വേണ്ട സുന്നത്തും വേണ്ടാണ്. ഇപ്പൊ എന്തായി? ആദ്യം സുന്നത്തി ജമാഅത്ത് പറഞ്ഞ ഖുർആനും സുന്നത്തി ഇജ്മാഉം സഹാബത്തിന്റെ പ്രസ്താവന, അതാണ് സുന്നത്തി ജമാഅത്ത്. പിന്നെ പറഞ്ഞു 5-ലെത്തിയപ്പോ പറഞ്ഞു, അങ്ങനെയല്ല, ഇമാമിനെ പിൻപറ്റലും വിശ്വാസപരമായിട്ട് ഒരു ത്വരീഖത്ത് ഒരു ഇമാമിനെ പിൻപറ്റിയാണ് സുന്നത്തി ജമാഅത്ത്. 6ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഓഫർ കൂടി. ഓഫർ ലൈഫ് ടൈം സമസ്തയുടെ ഓഫറാ. വെറുതെ പറഞ്ഞല്ല. 6ാം ക്ലാസ്സിലെ താരീഖ് എഴുതി വെച്ചോ. 6ാം ക്ലാസ്സിലെ താരീഖ് അൽ-അഇമ്മത്തുൽ അർബഅത്തു ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ 4 ഇമാമിങ്ങൾ എന്നാ പേര്. ഫിഖ്ഹിന്റെ 4 ഇമാമിങ്ങൾ. എന്നിട്ട് ഞാൻ പാഠം വായിക്കുന്നു. പാഠം മൊത്തം വായിക്കല്ല. ഇന്ന് നിങ്ങൾ സൗകര്യം പോലെ പുസ്തകങ്ങളുടെ പാഠപുസ്തകം മക്കളിലുണ്ടല്ലോ, വാങ്ങി വായിച്ചോ. ഇജ്തിഹാദിന് കഴിവില്ലാത്തവർ 4-ലൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് കിതാബ് സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന നിർബന്ധമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഒഴിവാകുന്നതാണ്. അപ്പൊ ഇമാമിനെ പിൻപറ്റിയാൽ ഖുർആൻ പഠിക്കണ്ട, സുന്നത്ത് വേണ്ട, അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ കുട്ടി ഒഴിവായി. അങ്ങനെയുണ്ട്. ഇവരാണ് സുന്നത്തി ജമാഅത്ത്. കണ്ട, ഇവരാണ് ഖുർആൻ വേണ്ട സുന്നത്ത് വേണ്ട, ഇമാമിനെ പിൻപറ്റിയാൽ മതി. ഇമാമ് എന്തോ പറഞ്ഞോട്ടെ. പണ്ഡിതൻ ഇപ്പൊ ഇമാമിന്നും തെറ്റി. ഇപ്പൊ ഷാഫി ഇമാമിനും സ്വീകരിക്കില്ല. ആ സ്റ്റേജിലേക്ക് എത്തി. ഇപ്പൊ ഷാഫി ഇമാമു വേണ്ടാന്നാ പറയുന്നത്. എന്താ വേണ്ടത്? ഇപ്പൊ പണ്ഡിതന്മാർ തക്ലീദ് ചെയ്യാനാ. എങ്ങനെയാ പണ്ഡിതന്മാരെ? ശൈഖുനാ കാന്തപുരത്തിന് എന്ത് ചെയ്യാ? തക്ലീദ് ചെയ്യാ. അത് മദീന. അതുപോലെ തന്നെ സമസ്ത മറ്റേ ഔദ്യോഗിക വിഭാഗത്തിനെ തക്ലീദ് ചെയ്യാം. ഷാഫി ഇമാമിനെ ഇപ്പൊ സ്വീകരിക്കുന്നേ ഇല്ല. എങ്ങനെ സ്വീകരിക്കാം? ഷാഫി ഇമാമിന്റെ പ്രസ്താവന ഉണ്ട് കിതാബുൽ ഉമ്മില്. എന്താ പ്രസ്താവന? സുബഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നത് ഞാൻ വെറുക്കുന്നു. ആരാ പറഞ്ഞത്? ഷാഫി ഇമാമ്. തർക്കണ്ടോ? ഇല്ലല്ലോ, കിതാബുൽ ഉമ്മിലാണ്. ഷാഫി ഇമാമിന്റെ വാക്ക. സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ കൊടുക്കാൻ പാടില്ല എന്നാ ഷാഫി ഇമാമ് പറഞ്ഞേ. ഇവര് കൊടുക്കണില്ലേ? കൊടുക്കുന്നുണ്ട്. എന്താ കൊടുക്കണേ? അതിന് ഷാഫി ഇമാമ് പറയാത്ത സ്വഹിയായ ഹദീസ് കിട്ടിയത് കൊണ്ടാ. അപ്പൊ ആ മാർഗം നമ്മൾ സ്വീകരിക്കുമ്പോഴോ ഇമാമിനെ തള്ളിയ പറഞ്ഞു. എന്താ ഒരു വിചിത്രം നോക്ക്. വിചിത്രല്ലേ ഇത്? അല്ലേ? ഷാഫി ഇമാമിനെ നമ്മൾ തള്ളിയെന്നാ പറയുന്നത്, ഇവര് തള്ളിയത് ഇങ്ങനെ. അപ്പൊ അതിന് പരസ്യമല്ല. നമ്മൾ മൈക്ക് വെച്ച് കെട്ടി പറയുമ്പോ ഇമാമിനെ തള്ളുന്നവർ എന്നാ പറയും. കണ്ടോ? അപ്പോ ഇമാമിനെ പിൻപറ്റിയാല് ഖുർആനും സുന്നത്തും സ്വീകരിക്കണ്ട എന്ന് ഈ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചിട്ട് പുത്തനാശവും ബിദ്അത്തും ശിർക്കും പഠിപ്പിച്ചിട്ട് മക്കളെ പിഴച്ച മക്കളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് 6000 മദ്രസ, ഞങ്ങൾക്ക് 9000 മദ്രസ, മറ്റൊരു കക്കൂട്ട് കെട്ടിക്കൊടുക്കുക, മൂത്രപ്പര കെട്ടിക്കൊടുക്കുക, എന്നിട്ട് മദ്രസ രജിസ്ട്രേഷൻ വാങ്ങുക. എന്തിനാ? സുന്നത്ത് പഠിപ്പിക്കാനാ? അല്ല. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയാൻ ആളുണ്ടാക്കാൻ. അതിനാ തക്ബീർ കൊല്ലണ്ടേ? അല്ലാഹു അക്ബർ. സത്യമാണെങ്കിൽ ശരി, അസത്യമാണെങ്കിൽ അത് ഇവര് പഠിപ്പിച്ചു. പണ്ഡിതൻ നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അല്ലാഹു അക്ബറും പഠിപ്പിക്കാം. അങ്ങനെ തക്ബീർ ചെല്ലാൻ ഒരുപാട് പോയി. അപ്പൊ കേട്ടോ, സമയമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സഹോദര, ഖുർആനും സുന്നത്തും സ്വീകരിക്കേണ്ടതില്ല എന്നാണ് പരിപാടി. ഇപ്പൊ അങ്ങനെയുണ്ട്. അപ്പോ സമുദായം പിഴച്ചു പോണം, സത്യം മനസ്സിലാക്കാൻ പാടില്ല.